എന്താണ് അതിനകത്ത് ഇങ്ങനെ കുറേ നേരം ഇരിക്കണത്? എന്താ കാര്യം? ഇല്ല, ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്ന താൻ ഇതിനകത്ത് കുറെ ചിന്തിച്ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ചിന്തിക്കാൻ കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്താണ്? നമുക്കറിയാലോ, ഈ വണ്ടികളൊക്കെ ഓടിയിട്ട് ഒരു മാസത്തോളമായി. ഓഫ് സീസൺ ആയതുകൊണ്ട് ഓട്ടോ ഇല്ല. ഉള്ള ഓട്ടോ ആണെങ്കിൽ ഭയങ്കര റേറ്റ് കുറച്ച് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല. വല്ല കാലത്തായിരിക്കും ഒരു ട്രിപ്പ് ആരെങ്കിലും വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ആളുകൾ ഭയങ്കര ബാർഗെയിൻ ചെയ്യുന്നു. ആൾക്കറിയാം നമ്മുടെ അവസ്ഥ ഈ സമയത്ത് ഭയങ്കര മോശമാണ്, ഓട്ടങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കിട്ടുമെന്നൊക്കെ അറിയാം. പക്ഷേ ഈ റേറ്റിന് നമ്മൾ ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഡ്രൈവർമാർക്കും പിന്നെ ഡീസലും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? ഏകദേശം 40-45,000 രൂപ ഓട്ടോ ടാക്സിലൊക്കെ എന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാകാനും നീ ചിന്തിച്ച് നോക്കി. 10-15,000 രൂപ ലോണും EMI കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ പോകും? അതൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. വണ്ടി വിറ്റതൊക്കെ ഒഴിവാക്കാന്ന് വെച്ചാലോ ഇപ്പോൾ ഈ ആർക്കും വേണ്ട. വണ്ടി നമ്മൾ ഓട്ടം കുറവാണ്, അതുകൊണ്ട് ആളുകൾ വളരെ റേറ്റ് കുറച്ചാണ് വണ്ടി ഉപയോഗിക്കുന്നത്. അതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ കടങ്ങളൊക്കെ എങ്ങനെ നമ്മൾ വീട്ടും? നിനക്കറിയാമല്ലോ, നമ്മുടെ സ്വർണ്ണങ്ങളെല്ലാം പണയത്തിലാണ്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പോകും. അതൊക്കെ ഓർത്തിരുന്നാണ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും.